നമസ്കാരം, ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബെൽസ് പാൽസി അല്ലെങ്കിൽ ഫേഷ്യൽ പാൽസി എന്നതിനെക്കുറിച്ചാണ്. മുഖം കോടിപ്പോവുക എന്ന് പറയുന്നത് രണ്ട് കാരണങ്ങളാലാകാം. ഒന്ന്, തലച്ചോറിൻ്റെ ഉള്ളിലെ സ്ട്രോക്ക് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാൽ. രണ്ട്, തലച്ചോറിൽ നിന്ന് മുഖത്തിൻ്റെ അനക്കം കൈകാര്യം ചെയ്യുന്നതിനായി പുറത്തേക്ക് വരുന്ന ഫേഷ്യൽ നെർവിൻ്റെ അസ്വസ്ഥതകൾ കൊണ്ട് മുഖം കോടിപ്പോകുന്നതിലേക്ക് വഴിവെക്കാം. തലച്ചോറിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഫേഷ്യൽ നെർവ് ചെവിയുടെ ഉള്ളിൽ കൂടെ ആണ് സഞ്ചരിച്ചിട്ട് പുറത്ത് മുഖത്തേക്ക് വരിക. ചെവിയുടെ ഉള്ളിൽ ഫേഷ്യൽ കനാൽ അല്ലെങ്കിൽ ഫലോപ്പിയൻ കനാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുകൂടെ ഫേഷ്യൽ നെർവ് സഞ്ചരിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ബാധിക്കപ്പെടുന്ന അസുഖങ്ങൾ, അത് എല്ലിന് വരുന്ന പൊട്ടലാകാം, ആക്സിഡൻറ്റുകളിൽ വരുന്ന ചതവാകാം, പിന്നെ ചിലപ്പോഴൊക്കെ ചെവിയിലെ ബാധിക്കുന്ന ചില വൈറൽ ഇൻഫെക്ഷനുകളാകാം. ഇവ മുഖം കോടിപ്പോകുന്നതിലേക്കും ഒരു വശത്തെ മുഖത്തിൻ്റെ ബലക്കുറവിലേക്കും വഴിവെക്കാം. ചെവിയുടെ ഉള്ളിൽ ഫലോപ്പിയൻ കനാൽ അല്ലെങ്കിൽ ഫേഷ്യൽ കനാലിൻ്റെ ഉള്ളിൽ ഫേഷ്യൽ നെർവിനെ ബാധിക്കുന്ന വൈറസ് അസുഖങ്ങളൊക്കെ മുഖം കോടിപ്പോകുന്നതിലേക്ക് വഴിവെക്കുമ്പോൾ ഇവയെയാണ് നമ്മൾ സാധാരണഗതിയിൽ ബെൽസ് പാൽസി എന്ന് വിളിക്കുന്നത്. എന്തൊക്കെയാണ് ബെൽസ് പാൽസി അല്ലെങ്കിൽ LMN ലോവർ മോട്ടോർ ന്യൂറോൺ ഫേഷ്യൽ പാൽസിയുടെ ലക്ഷണങ്ങൾ? മുഖത്തിൻ്റെ ഒരു വശത്തിന് മുഴുവൻ ബെൽസ് പാൽസിയിൽ ബലക്കുറവുണ്ടാകാറുണ്ട്. പുരികം മുകളിലേക്ക് പൊക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, പൊക്കിയാൽ നെറ്റി ചുളിയാതിരിക്കുക, കണ്ണ് അടയ്ക്കുമ്പോൾ ബലക്കുറവുള്ള വശത്തെ കണ്ണ് തുറന്നിരിക്കുക, ചൂളവടിക്കാൻ സാധിക്കാതിരിക്കുക, വായ്ക്കുള്ളിൽ എയർ കൊള്ളാൻ ഇങ്ങനെ ശ്രമിക്കുമ്പോൾ ഈ വശം വീർത്ത് വരാതിരിക്കുക, എന്ന് പറയുമ്പോൾ മുഖം ഒരു വശത്തേക്ക് ഇങ്ങനെ കോടിപ്പോവുക, ബലക്കുറവുള്ള വശം അനങ്ങാതിരിക്കുക, വെള്ളമോ ഭക്ഷണമോ ഒക്കെ കഴിക്കുമ്പോൾ ബലക്കുറവുള്ള വശത്തൂടെ അത് പുറത്തേക്ക് ഇങ്ങനെ ഒഴുകി വരിക. അങ്ങനെ ഒരു വശത്തെ ബലക്കുറവാണ് ഫേഷ്യൽ പാൽസിയുടെ ലക്ഷണം. ബെൽസ് പാൽസിയിൽ ഇത് കൂടാതെ മറ്റു ചില ലക്ഷണങ്ങളും ഉണ്ടാകാറുണ്ട്. നാക്കിൻ്റെ മുൻഭാഗത്ത് ഒരു വശത്ത് ടേസ്റ്റ് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവുക, മറ്റുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ ആ സംസാരം മുഴക്കത്തോടെ അറിയുക, ഫേഷ്യൽ പാൽസി ഉണ്ടാകുന്നതിന് മുന്നോടിയായി ചെവിയുടെ പുറകിലോ വേദന വരിക, ചിലപ്പോഴൊക്കെ ചെവിയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വൈറൽ ഇൻഫെക്ഷൻസിൻ്റെ ഭാഗമായി, പ്രത്യേകിച്ച് വേരിസെല്ല സോസ്റ്റർ വൈറസ് ഇൻഫെക്ഷൻ്റെ ഭാഗമായൊക്കെ ചെവിക്കുള്ളിൽ കുരുക്കൾ പോലെ ഉണ്ടാകാറുണ്ട്. ഇതിന് റാംസെ ഹണ്ട് സിൻഡ്രോം എന്നാണ് പറയാറുള്ളത്. നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും, പ്രശസ്ത സംഗീതജ്ഞനായ ജസ്റ്റിൻ ബീബർ ഏകദേശം 1 വർഷമോ 2 വർഷത്തിന് മുമ്പ് ഈ റാംസെ ഹണ്ട് സിൻഡ്രോം ബാധിക്കുകയും അതുകൊണ്ട് മുഖം കോടിപ്പോയി കണ്ണ് അടയ്ക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുകയും സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ആരോഗ്യ പ്രശ്നം ബാധിച്ച ജസ്റ്റിൻ ബീബറിൻ്റെ പടങ്ങളൊക്കെ ലഭ്യമാണ്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഫേഷ്യൽ പാൽസി വരുമ്പോൾ ഇത് ബെൽസ് പാൽസി ആണ് എന്ന് വിചാരിച്ചിരിക്കുന്നതിനോടൊപ്പം സീരിയസ് ആയിട്ടുള്ള ഒരു സ്ട്രോക്ക് അല്ല എന്നത് നിങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട്. മുഖം കോടിപ്പോകുന്നതിനോടൊപ്പം രോഗിക്ക് ഒരു വശത്തിന് ബലക്കുറവോ, നടക്കുമ്പോൾ വേച്ചു പോവുകയോ, ഒരു വശത്തിന് മരവിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരു സ്ട്രോക്കിൻ്റെ ലക്ഷണമാകാം. അത് ഒരു സെൻട്രൽ അല്ലെങ്കിൽ UMN കോസ് ഓഫ് ഫേഷ്യൽ പാൽസി ആകാം. പിന്നെ സാധാരണഗതിയിൽ സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങളിൽ മുഖത്തിൻ്റെ താഴ്ഭാഗം മാത്രമേ ബാധിക്കപ്പെടാറുള്ളൂ. കണ്ണ് അടയ്ക്കുന്നതിനോ പുരികം അനക്കുന്നതിനോ നെറ്റിയിലെ അവിടുത്തെ ചുളിവുകൾ ഉണ്ടാകുന്നതിനോ ഒന്നും ഈ സ്ട്രോക്ക് ഉള്ള രോഗികൾക്ക് കുഴപ്പമുണ്ടാകാറില്ല. മുഴുവൻ മുഖത്തിൻ്റെ ഒരു വശം മുഴുവൻ ബാധിച്ചാൽ അത് സാധാരണഗതിയിൽ LMN ഫേഷ്യൽ പാൽസി അല്ല എങ്കിൽ ബെൽസ് പാൽസിയിലാണ് ഉണ്ടാകാറുള്ളത്. ബെൽസ് പാൽസി എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത്? ബെൽസ് പാൽസി എന്ന് പറയുന്നത് ഉണ്ടായാൽ അതിൻ്റെ ചികിത്സയുടെ പ്രധാനപ്പെട്ട രീതി സ്റ്റിറോയിഡ് പോലെയുള്ള മരുന്നുകൾ ഉപയോഗിച്ചാണ്. രോഗം തുടങ്ങി ആദ്യത്തെ 72 മണിക്കൂറിനുള്ളിൽ സ്റ്റിറോയിഡ് മരുന്നുകൾ അതിൻ്റെ വേണ്ട ഡോസിൽ ഉപയോഗിച്ചാൽ
മുഖത്തിൻ്റെ കോടൽ പൂർണ്ണമായും ശരിയാവാനുള്ള സാധ്യതകളുണ്ട്. രോഗിയുടെ വെയ്റ്റിനനുസരിച്ചാണ് നമ്മൾ സ്റ്റിറോയിഡ് മരുന്നുകൾ കൊടുക്കാറുള്ളത്. 60 മില്ലിഗ്രാം വരെ ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കും. സാധാരണഗതിയിൽ ഒരാഴ്ചത്തേക്ക് സ്റ്റിറോയിഡ് മരുന്നുകൾ കൊടുത്തതിന് ശേഷം പിന്നെ രോഗിയുടെ അസ്വസ്ഥതയുടെ ആഴം അതിനനുസരിച്ച് മരുന്നിൻ്റെ ഡോസ് കുറച്ചുകൊണ്ട് വന്ന് നിർത്തുകയാണ് ചെയ്യുന്നത്. വൈറസ് അസുഖങ്ങൾ സംശയിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ സ്റ്റിറോയിഡിനോടൊപ്പം വൈറസിനെതിരായിട്ടുള്ള അസൈക്ലോവിർ അല്ലെങ്കിൽ വാൽ അസൈക്ലോവിർ എന്ന് പറയുന്ന മരുന്നുകളൊക്കെ നമ്മൾ ഒരാഴ്ചത്തേക്ക് കൊടുക്കാറുണ്ട്. രോഗകാരണത്തിന് ഉള്ള മരുന്നുകളോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മുഖത്തിന് ചെയ്യുന്ന ഫിസിയോതെറാപ്പി. അത് മുഖത്തിനുള്ള എക്സർസൈസുകളാകാം. പുരികം പൊക്കാനായി ശ്രമിക്കുക, കണ്ണിറുക്കി അടയ്ക്കാനായി ശ്രമിക്കുക, മുഖം മുകളിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്യുക, ചൂളമടിക്കാൻ ശ്രമിക്കുക, ചുണ്ട് പുറത്തേക്ക് ഇങ്ങനെ പുലർത്തി വെക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ ഒപ്പം ചിലപ്പോഴൊക്കെ ഗാൽവാനിക് കറണ്ട് സ്റ്റിമുലേഷൻ, മുഖത്തിലെ മസിലുകളെ ഉത്തേജിപ്പിക്കുന്നതിന്, ഞരമ്പിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനായി ഇലക്ട്രിക്കൽ കറണ്ട് ഉപയോഗിക്കുന്നതിനാണ് ഗാൽവാനിക് കറണ്ട് സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്. 5 ദിവസം മുതൽ 10 ദിവസം വരെയൊക്കെ നമ്മൾ ഈ തെറാപ്പി ഉപയോഗിക്കാറുണ്ട്. മരുന്നും ഫിസിയോതെറാപ്പിയും ചെയ്യുന്നതിനൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കണ്ണിന് അപകടം വരാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബെൽസ് പാൽസി ഉള്ള രോഗികൾക്ക് കണ്ണ് അടയ്ക്കുമ്പോൾ ഒരു കണ്ണ് അടയുകയില്ല. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുകയോ ജോലി സ്ഥലത്താണെങ്കിലോ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ മുഖത്തേക്ക് പൊടി അടിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിലൊക്കെ കണ്ണിൽ ഫോറിൻ ബോഡി പോകുന്നതിനും കണ്ണിന് ഡാമേജ് ഉണ്ടാകുന്നതിനും അൾസറേഷൻ ഉണ്ടാകുന്നതിനുമൊക്കെ റിസ്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫേഷ്യൽ പാൽസി ബാധിച്ച രോഗികൾ അപകടമുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനും കഴിയുന്നതും പ്രൊട്ടക്റ്റീവ് ഗിയറായിട്ട് ഗ്ലാസസ് ഒക്കെ ഉപയോഗിക്കാൻ നമ്മൾ അഡ്വൈസ് ചെയ്യും. അപ്പോൾ കണ്ണിലേക്ക് പൊടി അടിക്കാതെയൊക്കെ ശ്രദ്ധിക്കണം. രാത്രിയിൽ ഇവർ കിടന്ന് ഉറങ്ങുമ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുള്ളത് രോഗം ബാധിച്ച ആ കണ്ണ് ഇങ്ങനെ തുറന്നിരിക്കും. അതുകൊണ്ട് തന്നെ കണ്ണ് ഡ്രൈ ആവുകയും കണ്ണിൽ എന്തെങ്കിലും വന്ന് വീഴാനുള്ള അപകട സാധ്യത ഉണ്ടാവുകയും ചിലപ്പോഴൊക്കെ കണ്ണ് ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ കണ്ണിൻ്റെ പീലികൾ കൊണ്ട് തന്നെ കണ്ണിന് പോറൽ ഉണ്ടാകാം. അതുകൊണ്ട് രാത്രി കിടക്കുന്ന സമയത്ത് കണ്ണിൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിൻമെൻ്റ് ഇട്ടതിന് ശേഷം പേപ്പർ പ്ലാസ്റ്റർ വെച്ച് അടച്ചു വെക്കാൻ നമ്മൾ രോഗികളോട് പറയും. വൈറ്റമിൻ്റെ മരുന്നുകൾ ഞരമ്പിൻ്റെ റിക്കവറിക്ക് സഹായിക്കുന്നതിന് വേണ്ടിയായി നമ്മൾ പലപ്പോഴും ഇതിൻ്റെ ഒപ്പം കൊടുക്കുകയും ചെയ്യും. വളരെ നേരത്തെ മനസ്സിലാക്കി കൃത്യമായി ചികിത്സിച്ചാൽ സാധാരണഗതിയിൽ ഒരു മാസം സമയം കൊണ്ട് ഫേഷ്യൽ പാൽസി നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാറുണ്ട്. ചികിത്സ താമസിക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ് വരാനായിട്ടുള്ള സാധ്യതകൾ ഫേഷ്യൽ പാൽസിയിൽ കുറയും. പിന്നെ സ്റ്റിറോയിഡിൻ്റെ ടാബ്ലറ്റുകൾ നമ്മൾ കൊടുത്തു, ഒരാഴ്ച കഴിഞ്ഞ് രോഗിയെ തിരിച്ചു വിളിക്കുമ്പോൾ അപ്പോഴും യാതൊരു വ്യത്യാസവും ഇല്ല, അടയ്ക്കുമ്പോൾ കണ്ണ് തുറന്നു തന്നെ ഇരിക്കുന്നു എന്നുള്ള സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ രോഗികളെ അഡ്മിറ്റ് ആക്കുകയും ഇതേ സ്റ്റിറോയിഡ് മരുന്നുകൾ ഇഞ്ചക്ഷനായിട്ടൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. സ്റ്റിറോയിഡ് പിന്നെ അസൈക്ലോവർ പോലെയുള്ള മരുന്നുകൾ നമുക്ക് ഈ പറഞ്ഞ ഡോസിൽ എല്ലാ ആൾക്കാർക്കും ചിലപ്പോൾ കൊടുക്കാൻ പറ്റുകയില്ല. ഗർഭിണികളായ സ്ത്രീകൾ, ഷുഗർ ഉള്ള ആളുകൾ, അവരിലൊക്കെ സ്റ്റിറോയിഡ് കൊടുക്കുമ്പോൾ ഷുഗറിൻ്റെ അളവ് ക്രമാതീതമായി കൂടാം. പിന്നെ കിഡ്നിയുടെ പ്രശ്നങ്ങളുള്ള രോഗികൾ സ്റ്റിറോയിഡ് ആയിക്കോട്ടെ അസൈക്ലോവർ ആയിക്കോട്ടെ പൂർണ്ണമായിട്ടുള്ള ഡോസിൽ ഇവർക്ക് ഇത് കൊടുക്കുക പ്രായോഗികമല്ല. അപ്പോൾ അങ്ങനെ ഏതു തരം ആരോഗ്യ പ്രശ്നങ്ങളാണ് രോഗികൾക്കുള്ളത് എന്നതുകൂടെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഈ മരുന്നുകൾ ഇവർക്ക് കൊടുക്കാൻ. മിക്കപ്പോഴും സ്കാനോ മറ്റ് പരിശോധനകളിലേക്കോ ഒന്നും നമ്മൾ ബെൽസ് പാൽസിയിൽ നീങ്ങാറില്ല. എന്നാൽ തലച്ചോറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഞരമ്പ് പുറത്തേക്ക് വരുന്ന വഴിക്ക് ഞരമ്പിന് ഡാമേജ് ഉണ്ടാക്കുന്ന അസുഖങ്ങൾ, അത് സ്ട്രോക്ക് ആയിക്കോട്ടെ, ഞരമ്പിനെ ബാധിക്കുന്ന ട്യൂമർ ആയിക്കോട്ടെ, ഞരമ്പിന് ഡാമേജ് ഉണ്ടാക്കുന്ന മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് പോലെയുള്ള അസുഖങ്ങളായിക്കോട്ടെ, ഇവ സംശയിക്കപ്പെടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രോഗികൾക്ക് നമ്മൾ MRI പോലെയുള്ള സ്കാനുകൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും ഫേഷ്യൽ പാൽസി ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അത് ബെൽസ് പാൽസി ആണോ എന്ന് മനസ്സിലാക്കുകയും ഏറ്റവും നേരത്തെ അതിൻ്റെ ചികിത്സ തുടങ്ങാനും ശ്രദ്ധിക്കുക. നന്ദി.